Not much, but there is in the heart, in the feeling, in the mind, but not showing. Maybe people discriminating people in Delhi in the past, but I never do so. കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത വിധം ഏറ്റവും പ്രോഗ്രസ്, ഏറ്റവും ഡെവലപ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കർശനമായി ജാതി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുലയെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്കത് പ്രശ്നമില്ലാന്ന് ഞാൻ വിചാരിക്കാം. ഈ രണ്ട് സവർണരും ഞാനും കൂടി നിൽക്കുമ്പോൾ ഈ സവർണ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു സവർണൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ നീ അങ്ങനെ തലന്മാരെ കൂട്ടി പെരുമാറുമെന്ന് അവൻ ചോദിക്കും. ഇത്ര ഭീകരമായ ആക്രമണം ആലോചിക്കും. ഇതിവന്റെ അറിയാതെ ഉള്ളിൽ നിന്ന് ചാടുന്ന സാധനം. ഒരു പുനേനെ കയറി ആശ്രയിക്കുന്ന സാധനമല്ലത്. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ നായന്മാർ വഴക്കുണ്ടാകും. ചേട്ടൻ വഴക്കുണ്ടാക്കുമ്പോൾ ചേട്ടൻ അനിയനെ ഭീഷണിപ്പെടുത്തുന്ന എങ്ങനെയാണെന്നറിയോ? നീ എന്നോട് കളിച്ചാൽ എന്റെ സ്ഥലം ഞാൻ പിളർ കൊടുക്കുന്നു. ഇവന്റെ സ്ഥലം അടുത്തടുത്തല്ലേ കിടക്കുന്നത്. മറ്റവന്റെ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലം ഞാൻ പിളർ കൊടുക്കുന്നതാണ്. പിളർ കൊടുക്കാൻ മതം വിട്ടിട്ട് പോയാൽ മതി എന്നാണ് അവന്റെ ഉള്ളിലുള്ള കോൺഷ്യസ്നസ്. സാർ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ജീവിതത്തിലല്ല. ഞാൻ ഇവിടെ ഈ വർഷം ഈ വീട്ടിലേക്ക് ഈ മാസം താമസം മാറ്റിയത് കുടമാളൂർ എനിക്ക് വേണ്ടി ഒരു വീട് അന്വേഷിച്ചപ്പോൾ ആദ്യം അവിടെ ചോദിച്ച ചോദ്യം നായരാണെന്നോ. Narayan is the Indian president, ഇയാള് പരവ സമുദായത്തിൽപ്പെട്ട ആളാ. ദലിത് പരവസം, പരവന്റെ പണി തെങ്ങിലായിട്ടുമാണ്. ഇയാള് റെഡ് ഫോർട്ടിൽ സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി ഉയർത്താനായിട്ട് നിൽക്കുമ്പോൾ ആ കുറ്റിയിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആഭാസന്മാരായ മലയാളികളാണ് കേരളത്തിലുള്ളത്. ഇത്ര ഭീകരമാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കും. ഞാൻ UGC പാസ്സായി. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഇവിടെ നമ്മുടെ ഈ വൈക്കം ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്റെ കുട്ടിക്ക് ഫൈദോർന്നും റമോ എന്ന പേരിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അയാൾക്കൊരു പ്രശ്നമാകുകയാണ്. അതായത് തഹസിൽദാർക്ക് വലിയ പ്രശ്നമാകുകയാണ്. എന്തുകൊണ്ട് ഒരു പട്ടികക്കാരൻ ഇങ്ങനെ പേരിട്ടുന്നു? ആ നിലയ്ക്ക് എന്നോട് വളരെ റഫായിട്ട് സംസാരിച്ചു. എന്നിട്ട് അയാൾ എനിക്ക് തന്ന അവസാനം സർട്ടിഫിക്കറ്റ് ഒന്നും അറിയാം. ഇയാൾക്ക് ഒരു മതത്തിലും പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് ശരിക്കും പ്രശ്നം. ഞാൻ ഇരിക്കുന്ന പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യരുത്. ഇത് പ്രശ്നം സാൻകുട്ടിയുടെ കുട്ടിക്ക് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കാണ് എന്ന പ്രശ്നം. പണ്ട് കേരളത്തിന്റെ ഒരു ട്രഡീഷനിൽ ഈ പുലയർക്കും പഴയർക്കും ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പേരിട്ടുകൊണ്ടിരുന്നത് സവർണരാണ്. അവർ ജാത്തൻ മാടന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാസ്റ്റിന്റെ രൂപമാണ് ആ സംഭവം. പണ്ട് കാലത്ത് ഒരു പറയന് അല്ലെങ്കിൽ ഒരു പുലയന് 90 അടി നമ്പൂരിൽ നിന്നും ദൂരമായിരുന്നെങ്കിൽ ഇപ്പം ദൂരത്തിന്റെ അകലത്തിന്റെ ശരീരങ്ങൾ തമ്മിലുള്ള അകലമല്ല പ്രശ്നം, മറിച്ച് മുണ്ടിൽ നിന്നും ജാതി ഗ്വാളിയർ റൗണ്ട്സിന്റെ പാന്റിലേക്കും കോട്ടിലേക്കും മാറുന്നുള്ള ഞാൻ SFIയുടെ സജീവ പ്രവർത്തനമായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ. അതുപോലെ സെനറ്റ് മെമ്പറായിരുന്നു, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ഇങ്ങനെ SFI തന്നെ CPIM പാർട്ടി മെമ്പർഷിപ്പിലുണ്ടായിരുന്ന ആളാണ്. DYFI സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്നെല്ലാമാണ് ഞാൻ ഈ ഒരു ദളിത് ബോധത്തിലേക്ക് വരികയും ഇങ്ങനെയൊക്കെ ചില വഴികളുണ്ടെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇന്ന് കേരളത്തിന്റെ എല്ലാ ക്യാമ്പസുകളും എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും അധികം SFIയുടെ കീഴിൽ നിൽക്കുകയും SFIക്ക് വേണ്ടി രാപ്പകല എന്നെ അധ്വാനിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ലേബറേഴ്സ് വിഭാഗം, ഒരു വിദ്യാർത്ഥി തൊഴിലാളി വിഭാഗം, അത് കൃത്യമായിട്ട് ഇവിടുത്തെ ദളിത് വിദ്യാർത്ഥികളാണ്. ആ ഒരു ദളിത് വിദ്യാർത്ഥികളുടെ ഒരു വിഭവശേഷിയെ ഒരു ഏകോപിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ തകരുന്നത് SFI എന്ന് പറയുന്ന സംഘടനയുടെ അടിത്തറ തന്നെയാണ്. കേരളത്തിൽ എന്താ വെച്ചാല് ജാതി ശരിക്കും പറഞ്ഞാല് ആക്രമിക്കുകയല്ല ചെയ്യുന്നത്, തമസ്കരിക്കുക ചെയ്യുന്നത്. അതാണ് അതിന്റെ ഇത്. ഇല്ല എന്നങ്ങോട്ട് കരുതി കളയാ. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടപ്പിലാക്കുന്നത്. എൻ്റെ അനിയന്റെ ഭാര്യ ഇവിടെ ദളിതെന്നും പറഞ്ഞൊരു പാർട്ടി
പട്ടികജാതിക്കാരുടെ ഒരു പാർട്ടി പോലെ രൂപീകരിച്ച് അവളിവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നതാണ്. പഞ്ചായത്ത് ഇലക്ഷൻ നിന്നപ്പോഴത്തേന് ഇവിടുത്തെ CPM-ന്റെ ടൗൺ യൂണിറ്റിൽ അവരാളിനെ നിർത്തി ഒരു 7 കോളനികൾ കേന്ദ്രീകരിച്ച് ഈ പാർട്ടിയിൽ ആളിനെ നിർത്തി അവർ ജയിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ. ഇവള് സ്വതന്ത്രമായിട്ട് നിന്നതുകൊണ്ട് ഇവർക്ക് 10-200 വോട്ട് കിട്ടി. അവർ 40 വോട്ടിൽ അങ്ങ് തോറ്റു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിൽ വന്ന് കല്ലെറിയുന്നത്. എന്നെ ഉപദ്രവിച്ച് എൻ്റെ വീട് തകർത്തു. എൻ്റെ ഈ വീടിൻ്റെ കഥകളെല്ലാം പോയി. പിന്നെ ഈ വീടൊക്കെ വെച്ചത് അയക്കാട്ട് വന്ന് 10 വീടുകൾ അവരെ എറിഞ്ഞ് തരിപ്പണമായി കളഞ്ഞു. പട്ടന്തറ ജംഗ്ഷനിൽ ഒരു ചെറിയ കടയുണ്ടായിരുന്നു, ഒരു കാശറ്റ് കട. അതിനാദ്യമായി ഒരു പ്രാവശ്യം തീ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും ആ കടയ്ക്ക് തീ വെച്ചിട്ടൊക്കെ കട നശിച്ച് കിടക്കുക. എൻ്റെ ഭാര്യയ്ക്ക് തല്ല് കിട്ടി. ഇതൊരു ജാതി പ്രശ്നം. ഈ കറുത്ത ജാതിക്കാർ ഒരു കാരണവശാലും മുഖാമുഖം നോക്കി സംസാരിക്കുകയോ അവരെ ഒത്തുചേരുകയോ ചെയ്യരുത്. അവനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. നമ്മൾ പറയുന്നത് കേരളം വളരെ ഡെവലപ്ഡ് ആണ്, കേരളം മോഡൽ സ്റ്റേറ്റ് ആണ്. കേരളത്തിന്റെ പറയുന്ന പോലെ ഇൻഡെക്സുകളെല്ലാം കാനഡയ്ക്ക് തുല്യമാണ്. ഓക്കെ, നമ്മളത് വാദത്തിന് വേണ്ടി സമ്മതിക്കാൻ തയ്യാറാണ്. ഇത് സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് എന്താണ്? Ideologically speaking, the church says, and of course the doctrine and the teachings and the scripture, everything says that there is no caste, because everybody is equal. But in practice, people were converted to Christianity from different castes. When they got converted, they brought this caste mind also with them. You could see this in more visible forms in the worship places, like separate places in the church, or even separate churches for low caste and high caste. இது யாருக்கு உண்டான சர்ச்சு? எங்களுக்கு. அவங்க மேல் சாதியா. நாங்க ஏழை குடும்பம், அதனால எங்களை வரமாட்டாங்க. இது நாங்க வருவோம், நாங்க போனோம்னா தனியா உட்காந்துக்குவோம். அவங்களுக்கு பிளட் ப்ளூ கலர்ல இருக்கு, எங்களுக்கு ரெட் கலர்ல இருக்கு. இங்க தலித் தலித் இது 1 years. You are born a Dalit, you live a Dalit, die a Dalit, buried as a Dalit. And therefore by birth you are segregated, during life you are segregated, therefore you are buried separately. There is and that has been the general accepted practice all over India. And therefore the Dalit Christians have their own cemetery, non-Dalits have their own cemetery.